മൂന്നാർ പഞ്ചായത്തിൽ തെരുവുനായ്ക്കളെ കൂട്ടത്തോടെ കൊന്ന് കുഴിച്ചു മൂടിയതായി പരാതി. 200ഓളം തെരുവുനായ്ക്കളെ പഞ്ചായത്ത് മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലത്ത് കുഴിച്ചു മൂടിയതായാണ് പരാതി. ഇടുക്കി അനിമൽ റെസ്ക്യൂ ടീം നൽകിയ പരാതിയിൽ മൂന്നാർ പഞ്ചായത്ത് അധികൃതർക്കെതിരെ പോലീസ് കേസെടുത്തു. മൂന്നാർ പഞ്ചായത്തിന്റെ ഒത്താശയോടെ തെരുവുനായ്ക്കളെ വിഷം നൽകി കൊലപ്പെടുത്തി മാലിന്യ സംസ്കരണ പ്ലാന്റിലെ പൊട്ടക്കിണറ്റിൽ കുഴിച്ചു മൂടിയെന്നാണ് പരാതി. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ഇടുക്കി ആനിമൽ റെസ്ക്യൂ ടീം അധികൃതർ പരാതി നൽകുകയായിരുന്നു. ഇതിന്റെ തുടർച്ചയായി മൂന്നാർ പഞ്ചായത്ത് അധികൃതർക്കെതിരെ പോലീസ് കേസെടുത്തു. അവിടെയുള്ള 200ഓളം നായ്ക്കളെ പിടിച്ചു കൊണ്ടുപോയി വേസ്റ്റ് ഡംപിംഗ് യാർഡിൽ കൊന്നും പാതി മരിച്ചതുമായ കുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടിയതായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചത്. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആശങ്കാപരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുപയോഗിച്ച മാരകമായ വിഷം തന്നെയാണ്. ആ മാരകമായ വിഷം ഇവർക്ക് എവിടെ നിന്ന് കിട്ടിയെന്നും ആ വിഷം ഇവർക്ക് എങ്ങനെയാണ് ഇത്ര ബൾക്കായിട്ട് സൂക്ഷിക്കാനുള്ള ലൈസൻസോ കാര്യങ്ങളോ നേടിയതെന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നാളെ മനുഷ്യരിലേക്ക് ഉപയോഗിക്കാൻ ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ആശങ്കയിലാണ് നമ്മൾ മുഖ്യമന്ത്രിക്കടക്കം താഴത്തേക്കുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും നമ്മൾ പരാതി കൊടുത്തത്. അവിടെ കൊന്നു കുഴിച്ചു മൂടിയിരിക്കുന്ന 200-ലധികം നായ്ക്കളെയാണെന്നുള്ള കണക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വ്യക്തമായ കണക്ക് അതിലും കൂടാനാണ് സാധ്യത. അപ്പോൾ ആ കുഴിച്ചു മൂടിയിരിക്കുന്ന ബോഡികളെ എടുത്ത് അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കംപ്ലയിൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചെയ്യാമെന്നാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത്. ബോഡി എടുക്കാനും പോസ്റ്റ്മോർട്ടം ചെയ്യാനുമുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് നമ്മുടെ തീരുമാനം. എന്നാൽ പഞ്ചായത്ത് അധികൃതർ പരാതി നിഷേധിച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തട്ടെ എന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ പ്രതികരണം. അതേസമയം നായകളെ പഞ്ചായത്തിന്റെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി മൂന്നാറിലും പരിസരങ്ങളിലും തെരുവുനായകളുടെ ശല്യം രൂക്ഷമായിരുന്നു. വിനോദസഞ്ചാരികളടക്കം നിരവധി ആളുകൾക്ക് തെരുവുനായകളുടെ കടിയേൽക്കുകയും ചെയ്തിരുന്നു. ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.